അല്ല, ഞാനിപ്പോൾ കട്ടപ്പാടത്തെ മന്ത്രിയാണെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് താങ്കളുടെ യൂട്യൂബ് ചാനലിലാണ് ഇതിൻ്റെ ഒരുപാട് ക്ലിപ്സ് കാണാൻ പറ്റിയത്. അത്രത്തോളം ഇത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും നമ്മള് സിനിമക്കാരെ കുറിച്ച് പറയുമ്പോൾ ഒരു അമ്മ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പോലെ തീർച്ചയായിട്ടും ഞാൻ പ്രസവം ധരിച്ചുകൊണ്ടിരിക്കുക 30-ാം തീയതിയാണ് അത് പ്രസവിക്കുള്ളൂ. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടുള്ള നല്ലൊരു കുട്ടി തന്നെ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് നൽകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ജേണർ എങ്ങനെയാണ് വരുന്നത്? ഒരു ഫാമിലി കോമഡി ലവ് ട്രാക്ക്, അത് മാത്രമല്ല കുട്ടികൾക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പാക്കേജ് ആയിരിക്കും. അത് ഉറപ്പാണ്. അത് ധൈര്യത്തിൽ ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമ ആയിരിക്കും. ഈ സിനിമയിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാണ്? അങ്ങനെ ഒരു ചോദ്യത്തിന് ഡയറക്ടറോട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിക്കാൻ പ്രസക്തിയില്ല. ഒരു ഫേവറേറ്റ് ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല? എന്നെ വെച്ചോടോ എല്ലാ ക്യാരക്ടറും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത്രയും ആലോചിച്ച് ചിന്തിച്ച് എഴുതിയ കഥാപാത്രങ്ങളാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു 150ഓളം പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തു പറഞ്ഞു. പക്ഷെ 150 പേരും വെറുതെ ഒന്ന് മുഖം കാണിച്ച് ഇങ്ങനെ വന്ന് പോകുന്നവരല്ല. അതൊക്കെ അവർക്ക് എന്തെങ്കിലും ഒക്കെ അടയാളപ്പെടുത്തി വളരെ അവരുടെ സിഗ്നേച്ചർ കിട്ടിട്ടാണ് ആ സിനിമ. ഭാവിയിലൊരു സിനിമ കിട്ടണമെങ്കിലും അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ സാധനം. തീർച്ചയായിട്ടും ഞാൻ അവരോട് പറയും, നിങ്ങളെ വെച്ചോടോ ഇത് ഒരു വലിയ ഒരു മുതൽക്കൂട്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ സിനിമ ഒരു സ്പെഷ്യൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പിന്നെ നല്ലൊരു ടീമായിരുന്നു നമ്മൾ. എൻ്റെ കൂടെയുള്ള ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസർ സാറ് നജീബ് അല്ലമാന, അതേപോലെ ഇതിൻ്റെ പ്രോജക്റ്റ് കോർഡിനേറ്റർ സലാം ബെൻസി, അതുപോലെ ക്യാമറമാൻ പ്രബീഷ് ലിൻസി, അതേപോലെ മ്യൂസിക് ഡയറക്ടർ 2 പേരാണ് മ്യൂസിക് ചെയ്തത്, സിബു സുകുമാരൻ, മിഥുലേഷ് ചോലക്കാർ. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് സിബു സുകുമാരനാണ്. ഇവരൊക്കെ തന്നെ ഇതൊരു ജോലിയായിട്ടല്ല കാണുന്നത്. അവർക്കിത് ഈ വർക്ക് നമ്മുടെ വർക്കാണ്, ഇത് വിജയിപ്പിക്കേണ്ട നമ്മുടെ ആവശ്യമാണ്. ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും കട്ടക്ക് നിന്ന് എൻ്റെ കൂടെ ഉണ്ടായ അഭിനേതാക്കളും സഹപ്രവർത്തകരും ഒക്കെ തന്നെ ആ അർത്ഥത്തിൽ അതിനെ വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര സിനിമയായിട്ട് മാറും ഉറപ്പാണ്. ഇപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ ടീസറോ ട്രെയിലറോ പാട്ടുകളോ ഒന്നും കാണാൻ പറ്റില്ല. നമ്മളത് ഓഗസ്റ്റ് 20-ന് ശേഷം നമ്മളെല്ലാം മലയാളത്തിലെ പ്രമുഖ യൂട്യൂബ് ചാനൽ മുഖാന്തരം അതൊക്കെ പുറത്തു വരും. അതൊക്കെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇറങ്ങാത്തോണ്ടേ നമുക്ക് എങ്ങനെയാണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ മനസ്സിലൊരു സംഭവം ഉണ്ടാവും. ലെറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ മികച്ചൊരു ട്രെയിലർ ആണെങ്കിലും സോങ് ഒക്കെ ആണെങ്കിലും നിങ്ങളുടെ ഒക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. വളർന്നു വരുന്ന ഒരുപാട് ആൾക്കാരുടെ വലിയ സ്വപ്നമാണ്. നിങ്ങളടുത്ത ആൾക്കാർ നല്ല നല്ല ആൾക്കാരൊക്കെ നമ്മൾ കൂടെ വന്നാലാണ് സിനിമക്കും ഞങ്ങൾക്കൊക്കെ ഗുണകരമാകുക. ഈ സിനിമയുടെ ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു? ഇതിൻ്റെ ലൊക്കേഷൻ പാലക്കാടായിരുന്നു. മെയിനായിട്ട് ലൊക്കേഷൻ പാലക്കാട്, തച്ചനാട്ടുകര, അതുപോലെ കൊല്ലങ്കോട്, അതേപോലെ വയനാട്, കുറച്ച് മലപ്പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്തത്. അങ്ങനെ നാട്ടിൻ്റെ ഒരു തനിമ, പച്ചപ്പ് ഒക്കെ ഉള്ള നല്ലൊരു കണ്ണ് ഇങ്ങനെ കുളിർക്കുന്ന ഒരുപാട് കാഴ്ചകളുള്ള നല്ലൊരു സിനിമയായിരുന്നു.